പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വസ്ത്രഭാണ്ഡവുമായി ഒരു പുരുഷനും ഒരു സ്ത്രീയും പുഴവക്കത്തെത്തി. പുരുഷൻ പറഞ്ഞു, പാറു, ഇന്ന് ഒരുപാട് തുണി തിരുമ്മി അലക്കാനുണ്ടല്ലോ. നാളെ രാവിലെ തമ്പുരാന്റെ ഭവനത്തിൽ ഒരാഘോഷമുണ്ടത്രേ. വസ്ത്രങ്ങൾ ഇന്ന് വൈകുന്നേരത്തിന് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനോ? എൻ്റെ ദൈവങ്ങളെ, തമ്പുരാന്റെ വസ്ത്രങ്ങൾ ഒരു കുന്നോളം ഉണ്ട്. ഇന്ന് കൊടുക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് വയ്യ, പാറു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമ്മുടെ തൊഴിലല്ലേ ഇത്. ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ എന്ത് കാര്യം? 2 നേരവും വയറ് നിറയ്ക്കാനുള്ള വക പോലും കിട്ടണില്ല. എന്നാ നമ്മുടെ ഈ കഷ്ടപ്പാട് തീരുക? പുരുഷൻ ആവലാതിപ്പെട്ടു. ഭാര്യയുടെ മുഖത്തേക്ക് ദുഃഖഭാവത്തിൽ അയാൾ നോക്കി. ഒക്കെ തീരും, നമുക്കൊരാൺകുഞ്ഞ് പിറക്കും, അവൻ കേമനാവും. പാറു പിറുപിറുത്തു. ആൺകുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ലടി പാറു. നീ 5 പെറ്റു, 5ഉം പെണ്ണ്. ഒരെണ്ണത്തിനെങ്കിലും ആണാക്കാമായിരുന്നില്ലേ ദൈവത്തിന്? ഇനി ഉണ്ടാവണത് തീർച്ചയായിട്ടും ആണായിരിക്കും. അപ്പോൾ ഇനിയും നീ പിറൻ തന്നെയാണോ ഭാവം? 5 എണ്ണത്തിനെ പോറ്റാൻ തന്നെ നമ്മൾ പാടുപെടുന്നു. ഇനി നീ പ്രസവിക്കണ്ട, പുരുഷൻ പറഞ്ഞു. ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം അവരുടെ കാതിലെത്തി. പെറ്റുവീണ കുട്ടിയുടെ കരച്ചിലല്ലേ ആ കേൾക്കണത്? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം, പാറു പരിഭ്രമത്തോടെ പറഞ്ഞു. 2 പേരും കുഞ്ഞിൻ്റെ അടുക്കലെത്തി. കൈകാലിട്ടടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന ഒരാൺകുഞ്ഞ്. പാറു കുഞ്ഞിനെ വാരിയെടുത്തു. ദൈവമേ, ഇതിൻ്റെ തന്തേം തള്ള എവിടെ പോയി? കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ തൊണ്ട അടഞ്ഞു പോയി. ഇന്നലെ രാത്രി പ്രസവിച്ചതാവണം. നീ കുഞ്ഞിന് മുല കൊടുക്ക്, പുരുഷൻ പറഞ്ഞു. പാറു കുഞ്ഞിനെ മടിയിലിരുത്തി പാല് കൊടുത്തു. പാലുണ്ടോടി? 5ാമത്തെ മകൾ ഊറ്റി കുടിച്ചിട്ട് പാല് വല്ലതും ബാക്കിയുണ്ടോ? ഈ കുട്ടിക്ക് കുടിക്കാനുള്ളതൊക്കെ ഉണ്ട്, പാറു പറഞ്ഞു. ഈ കുഞ്ഞിനെ എന്തു ചെയ്യും? പുരുഷൻ ചോദിച്ചു. എന്താ സംശയം? നമ്മളിവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, വളർത്തും, നമ്മുടെ മകനായി വളർത്തും, പാറു സംശയലേശമെന്നെ പറഞ്ഞു. അപ്പോൾ നീ 6ാമതും പെറ്റിരിക്കുന്നു, ഒരാൺകുഞ്ഞിനെ പെറ്റിരിക്കുന്നു. അതെ, ഞാനിവൻ്റെ അമ്മയാണ്, നിങ്ങളച്ഛനും. നോക്കൂ, എന്തൊരു ചന്തമാണവന്. പാറുവിന് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. പുരുഷൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. 5 കുട്ടികളുടെ അച്ഛനായ അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. പാവം കുട്ടി. ഇതിന് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച അച്ഛനും അമ്മയും. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാരണക്കാരായവർ ഏതൊരുവനാണോ, അവന് മനസ്സുഖം ഒരിക്കലും ഇല്ലാതെ പോകട്ടെ. ആ വെളുത്തേടൻ്റെ ശാപം വരരുചി കേട്ടിരിക്കുമോ? നീ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ. എന്നെ സഹായിക്കാൻ കുട്ടികളെ ഇങ്ങോട്ട് അയക്ക്, പുരുഷൻ പറഞ്ഞു. പാറു എഴുന്നേറ്റു. കുഞ്ഞിൻ്റെ നെറുകയിൽ ഉമ്മ വച്ചു. നമുക്ക് ലഭിച്ച നിധിയാണിവൻ, പാറു പറഞ്ഞു. ഏതായാലും നിനക്ക് ഒന്നുകൂടി പെറാതെ കഴിഞ്ഞു. വേണ്ട, എനിക്കിനി പെറണ്ട. 5ഉം 1ഉം 6. 6 മക്കൾ മതി എനിക്ക്. പാറുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ പറയിപെറ്റ പന്തിരുകുലത്തിലെ 2ാമത്തെ സന്തതി പാറുവിൻ്റെ കുടിലിൽ വളർന്നു. അവൻ നിലത്ത് നീന്തി, മുട്ടുകുത്തി, ചിരിച്ചു, കളിച്ചു, പിച്ച വെച്ച് നടന്നു. അവനത്രേ രചകൻ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.